ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ നമ്മൾ വിജയകരമായി ഡേ 7 ഡയറ്റ് സീരീസിലേക്ക് കടന്നിരിക്കുകയാണ്. എൻ്റെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടും സ്ട്രോങ് ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പോലെ വീണ്ടും ലോ കാലറി ഡയറ്റും തൈറോയിഡ് ഡയറ്റും പഴയ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ആസ് യൂഷ്വൽ 1400 കാലറിയിലുള്ള വെജുകാർക്കും നോൺ വെജുകാർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ക്വിക്ക് ആൻഡ് ഈസി മീൽ പ്രപ്പ് കൂടിയാണ്. ഒട്ടും സമയം കളയുന്നില്ല. ഞാൻ ബിനി. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഒരു ഗ്ലാസ് ചിയ വാട്ടർ കുടിച്ച ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് അപ്രോക്സിമേറ്റ്ലി 380 to 400 കാലറി അടങ്ങിയിട്ടുള്ള 2 മൂങ് ദാൽ പനീർ വെജ് ചീലയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഇവിടെ ഞാൻ 1 കപ്പ് മൂങ് ദാൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് അതിൻ്റെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായ 2 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ആവശ്യത്തിനുപ്പും മസാലയ്ക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി ബാറ്റർ ഒന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റ്, ബോയിൽഡ് കോണ്, ബോയിൽഡ് ഗ്രീൻ പീസ്, ബീൻസ് ഒക്കെയാണ്. ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഹൈ പ്രോട്ടീൻ കിട്ടാനായിട്ട് കുറച്ച് ഗ്രേറ്റഡ് ലോ ഫാറ്റ് പനീർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും എരിവിന് ആവശ്യമായ കുറച്ച് പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടായി വന്ന പാനിലേക്ക് അല്പം ബട്ടർ തൂക്കി കൊടുത്ത് നമ്മുടെ ബാറ്റർ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ്ങിനായിട്ട് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം നെയ്യ് കൂടെ തൂക്കി കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു വശം വെന്ത് വരുമ്പോൾ മറുവശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഒരു ചീല കൂടെ നമുക്ക് ഇതേപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡയറ്റ് സ്പെഷ്യൽ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് ചീല റെസിപ്പീസ്, പ്രത്യേകിച്ചും ഓട്സ്, റാഗി, ബേസിൻ വെച്ചിട്ടും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഹെൽത്തി ചട്നി അല്ലെങ്കിൽ റൈത്ത കൂടി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കോക്കനട്ട് ചട്നിയാണ്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് എന്നത്തെയും പോലെ ഫൈബറും പ്രോട്ടീനും ഒപ്പം ന്യൂട്രീഷ്യസുമായ ഫില്ലിംഗ് പ്ലേറ്റ് കൂടിയായിരുന്നു. ഇങ്ങനെ ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ കുറേ നേരം വിശക്കാതിരിക്കാനും അൺനെസസറി ക്രേവിങ്സ് ഒന്ന് ഡൗൺ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് 430 to 450 കാലറി അടങ്ങിയിട്ടുള്ള ചില്ലി ഗാർലിക് ക്യാപ്സിക്കം റൈസ് വിത്ത് ബുൾസൈ ആണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ഇഡ്ഡലിയിലോ അല്ലെങ്കിൽ മിക്സിയിലോ 3-4 ഗാർലിക്കും മസാലയ്ക്ക് ആവശ്യമായ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനൊപ്പം കുറച്ച് റോസ്റ്റഡ് ക്യൂമിൻ സീഡ്സ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചില്ലി പേസ്റ്റ് പരുവത്തിൽ നമുക്കിതൊന്ന് ഇടിച്ചെടുക്കാം. നമ്മുടെ ചില്ലി പേസ്റ്റൊക്കെ നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടായി വന്ന പാനിലേക്ക് അല്പം ബട്ടർ തൂക്കി കൊടുത്ത് തയ്യാറാക്കിയ ചില്ലി പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ തന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചില്ലി പേസ്റ്റിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ക്യാപ്സിക്കം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ബോയിൽ ചെയ്തെടുത്ത 1/2 കപ്പ് ബസ്മതി റൈസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം.
ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് 2 എഗ് ബുൾസെ കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് ബട്ടർ തൂവി കൊടുത്ത് 2 എഗ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ലഞ്ച് ന്യൂട്രീഷ്യസും ഫൈബർ റിച്ചും ബാലൻസ്ഡ് പ്രോട്ടീൻ മീൽ കൂടിയായിരുന്നു. കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ കാർബ്സും പ്രോട്ടീനും ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ബോഡി ഫുൾ എനർജറ്റിക് ആയിട്ടിരിക്കാനും ഓവർ ഈറ്റിംഗ് അവോയ്ഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഈ മീലിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗ്രിൽഡ് ചിക്കൻ റൈസ്, പനീർ റൈസ്, എഗ് ഫ്രൈഡ് റൈസ്, വെജ് പുലാവ് മീൽസിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതുമാണ്. ഇനി സ്നാക്കിലോട്ട് വരുമ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്രോക്സിമേറ്റ്ലി 180 to 200 കാലറി അടങ്ങിയിട്ടുള്ള ഹാഫ് ആപ്പിൾ, കുറച്ച് പംകിൻ സീഡ്സ്, ആൽമണ്ട്സ്, വാൾനട്ട്സും കൂടെ ഗ്രീൻ ടീയുമാണ്. സ്നാക്ക് ടൈമിൽ ഫ്രൂട്ട്സും നട്ട്സും ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഈവനിങ് ക്രേവിങ്സ് കുറയ്ക്കാനും ബോഡി ആക്റ്റീവായിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. സ്നാക്കായിട്ട് ഇതിന് പകരം നിങ്ങൾക്ക് റോസ്റ്റഡ് കടല, ഫ്രൂട്ട്സ് ബൗള്, മക്കാന, ബ്ലാക്ക് കോഫി, ബട്ടർ മിൽക്കും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതുമാണ്. ഇനി ഡിന്നറിലേക്ക് വരുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ പ്ലേറ്റ് അപ്രോക്സിമേറ്റ്ലി 350 to 370 കാലറി അടങ്ങിയിട്ടുള്ള ഹൈ പ്രോട്ടീൻ സോയ കീമ മസാല വിത്ത് ചപ്പാത്തിയാണ്. വളരെ ടേസ്റ്റിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് സോയ ചങ്ക്സ് നന്നായി ബോയിൽ ചെയ്ത് അതിൻ്റെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ചൂടായി വന്ന പാനിലേക്ക് അല്പം ബട്ടർ ചേർത്ത് കുറച്ച് ക്യുമിൻ സീഡ്സും ഒരു മീഡിയം സൈസിലുള്ള ഓനിയൻ ചെറുതായി അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 കപ്പ് ബോയിൽഡ് ഗ്രീൻ പീസ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. മസാലയ്ക്ക് ആവശ്യമായ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 1 ടൊമാറ്റോ മിക്സിയിൽ നന്നായി ബ്ലെൻഡ് ചെയ്ത പ്യൂരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ യോഗർട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. യോഗർട്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് പുളി കുറഞ്ഞ തൈരും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത സോയ ചങ്ക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതാ ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള നമ്മുടെ സോയ കീമ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചപ്പാത്തി, റാഗി ദോശ, റാഗി ചീലയൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതുമാണ്. ഇന്നത്തെ നമ്മുടെ ഡിന്നർ എന്നത്തെയും പോലെ ലൈറ്റ് ആയിട്ടുള്ളതും ഒപ്പം പ്രോട്ടീൻ റിച്ചും ഫില്ലിങ്ങുമായിട്ടുള്ള ഹെൽത്തി മീൽ കൂടിയായിരുന്നു. നൈറ്റ് ടൈമിൽ ഇതേപോലെ ലൈറ്റ് ഡിന്നർ ചൂസ് ചെയ്യുമ്പോൾ ഡൈജഷൻ ബെറ്റർ ആക്കാനും ബോഡി ലൈറ്റായിട്ട് ഫീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡിന്നറിന് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സൂപ്സ്, സാലഡ്സ്, ഗ്രിൽഡ് പനീർ, കീൻവ, ചിക്കൻ സ്റ്റീർ ഫ്രൈ ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. വെയിറ്റ് ലോസ് സാലഡ് റെസിപ്പീസ് ഒരുപാട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് 7 ദിവസത്തെ ഹൈ പ്രോട്ടീൻ മീൽ പ്രെപ്പ് ഡയറ്റ് സീരീസ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ 7 ദിവസവും നിങ്ങൾ തന്ന സപ്പോർട്ടും സ്നേഹവുമാണ് എന്നെ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കിയിട്ടുള്ളത്. ക്രാഷ് ഡയറ്റ് ഒന്നും വേണ്ട, ഹെൽത്തി ആയി കഴിച്ചു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ, ഡു സം എക്സസൈസ്, ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി. വീണ്ടും പുതിയ ഡയറ്റ് സീരീസും ഈസി മീൽ പ്രെപ്സും ഹെൽത്തി റെസിപ്പീസുമായിട്ട് കാണും വരെ നന്ദി, നമസ്കാരം.